സി.പി. രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായാണ് സി.പി. രാധാകൃഷ്ണൻ സ്ഥാനമേറ്റത്. ചന്ദ്രാപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി സി.പി. രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. And that I will faithfully discharge the duty upon which I am about to enter. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് സി.പി. രാധാകൃഷ്ണൻ. 452 വോട്ട് നേടിയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ ജയിച്ചത്. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കറും ചടങ്ങിൽ പങ്കെടുത്തത് ചർച്ചയായി. ആരോഗ്യേതര പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് വെളിപ്പെട്ടതായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആരോപിച്ചു. യഥാർത്ഥത്തിൽ ഇന്നത്തെ ആ ചടങ്ങിലെ എന്താ പറയുക, ഷോ സ്റ്റീലർ അല്ലെങ്കിൽ ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറയുന്നത് മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നം ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പലരും ഞങ്ങളുടെ ഒപ്പം ഇരുന്ന പല ആൾക്കാരും തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, സ്ട്രെച്ചറിലാണോ വന്നത്, വീൽ ചെയറിലാണോ വന്നത്, ആംബുലൻസ് എവിടെയെന്നൊക്കെ വളരെ നർമ്മത്തോടു കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇതുപോലെ നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ ആരോഗ്യമല്ല, ആരോഗ്യേതരമായ കാരണങ്ങളാണ് എന്നുള്ള കാര്യം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി അടിവരയിട്ടപ്പെട്ടിരിക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.